സ്ഥാപിക്കാൻ കഴിയുമോ നമുക്ക്? വേണ്ട ഈമാൻ കാര്യങ്ങളെ ഞങ്ങൾ എടുത്തു നോക്കി. അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബി, ഗൈബിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? മനുഷ്യൻ നിർമ്മിച്ചെടുത്ത ഉപകരണങ്ങൾ കൊണ്ടോ മനുഷ്യന്റെ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ടോ ഒന്നും കണ്ടെത്താത്ത അതിനെല്ലാം അപ്പുറത്തുള്ളതാണല്ലോ ഗൈബ്. ആ ഗൈബിൽ വിശ്വസിക്കണം, അള്ളാഹുവിൽ വിശ്വസിക്കണം, മലക്കുകളിൽ വിശ്വസിക്കണം. അതൊക്കെ പരീക്ഷണശാലി തെളിയിച്ചാലേ ഞാൻ വിശ്വസിക്കുന്നു പറഞ്ഞാൽ അതന്നല്ല യുക്തിവാദം എന്ന് പറയുന്നത്. അതുപോലെ നമ്മൾ ഗ്രന്ഥങ്ങളിൽ വേദഗ്രന്ഥങ്ങളിൽ വിശ്വസിക്കുന്നു, പ്രവാചകന്മാർ വിശ്വസിക്കുന്നു. വേദഗ്രന്ഥങ്ങളുടെ ആ ചട്ടയിലും ആ പേജിലുമല്ലല്ലോ വിശ്വസിക്കുന്നത്. അതിലുള്ള കാര്യങ്ങൾ അള്ളാഹുവിന്റെ അഭൗതികമായ മാർഗത്തിലൂടെ ലഭിച്ച വഹയാണ്. ഈ പ്രവാചകന്മാർ അവർ നാം വിശ്വസിക്കുന്നത് അവർക്ക് അള്ളാഹുവിനും അഭൗതികമായ മാർഗത്തിൽ വഹി ലഭിച്ചിരുന്നു എന്നാണ്. അപ്പോ വഹയിനെയാണ് യഥാർത്ഥത്തിൽ നാം വിശ്വസിക്കുന്നത്. ആ വഹയിന്റെ അടിസ്ഥാനത്തിൽ ലഭിച്ച കാര്യങ്ങളാണ് ഗൈബിയായ കാര്യങ്ങൾ. അതൊരിക്കലും നമുക്ക് സിദ്ധാന്തങ്ങളുടെ അടിസ്ഥാനത്തിൽ, പരീക്ഷണങ്ങളുടെ അടിസ്ഥാനത്തിൽ, നിരീക്ഷണങ്ങളുടെ അടിസ്ഥാനത്തിൽ തെളിയിച്ചു കൊടുക്കാൻ പറ്റിയ കാര്യങ്ങളല്ല. ഇബാദത്തുകളുടെ കാര്യം നിങ്ങൾ എടുത്തു നോക്കൂ. നമസ്കാരം എന്താ? അപ്പൊ മഗ്രിബ് 3, എന്താ സുബഹി 2? ഒരു മറുപടിയില്ല. റസൂൽ അങ്ങനെയാ പഠിപ്പിച്ചത് അല്ലേ? എന്താണ് വെള്ളിയാഴ്ച ബാങ്ക് കൊടുക്കുന്നത്? എന്താ മയ്യത്ത് നിസ്കാരത്തിന് ബാങ്ക് കൊടുക്കാത്തത്? അല്ലെങ്കിൽ എന്താണ് ഗ്രഹണസ്കാരത്തിന് ബാങ്കില്ലാത്തത്? അള്ളാന്റെ റസൂൽ അങ്ങനെയാ പഠിപ്പിച്ചത്. എന്താ സുജൂദ് അങ്ങനെ? എന്താ റുക്കൂ ഇങ്ങനെ? ഒന്നും നമ്മുടെ ബുദ്ധിക്കനുസരിച്ചല്ല. ലൗ കാന ദീനു ബിർറഅയി ലകാന അസ്ഫലുൽ ഖുഫി ഔലാ ബിൽ മസ്ഇ മിൻ അലാഹു. അല്ലേ? ഒന്നുകൂടി കൂടി സോക്സ് ധരിച്ചാൽ നാട്ടിൽ നിൽക്കുന്നവൻ ഒരു ദിവസവും യാത്രക്കാരൻ 3 ദിവസം ഒന്നു കൊടുക്കുമ്പോൾ അത് അഴിക്കേണ്ടതില്ല. കാല് കഴിയുന്ന സമയത്ത് അതിന്റെ പുറമേ ഒന്ന് തടവിയാൽ മതി. അലി റളിയല്ലാഹു അൻഹു പറയുകയാണ്, മതം മനുഷ്യന്റെ സ്വന്തം അഭിപ്രായത്തിനനുസരിച്ചായിരുന്നെങ്കിൽ, ബുദ്ധിക്കനുസരിച്ചായിരുന്നെങ്കിൽ ഈ ഖുഫിന്റെ താഴെ ഭാഗമാണ് തടവാൻ ഏറ്റവും അനുയോജ്യമായിട്ടുള്ളത് മുകൾ ഭാഗത്തേക്കാൾ. പക്ഷേ വലഖദ് റഅയ്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യംസഹു അലാ ലാഹിരിൽ ഖുഫി, അല്ലാഹുവിന്റെ റസൂൽ ഖുഫയുടെ മുകൾ ഭാഗം തടവുന്നതാണ് ഞാൻ കണ്ടിട്ടുള്ളത്. അവിടെ ബുദ്ധിക്ക് സ്ഥാനമല്ല. ബുദ്ധിക്ക് ഇപ്പൊ തയമ്മും ചെയ്തു. എന്ത് ശുദ്ധീകരണം അവിടെ നടക്കുന്നത്? ബാഹ്യാർത്ഥത്തിൽ ഒരു ശുദ്ധീകരണവും നടക്കുന്നില്ലല്ലോ. മണ്ണിലോ അല്ലെങ്കിൽ മണ്ണുകൊണ്ടുള്ള ചുമരിലോ നമ്മളൊന്ന് കൈ കൊട്ടിയിട്ട് കൈയൊന്ന് തട്ടിയിട്ട് കൈയിന്റെ പടം ഒന്നിങ്ങനെ ആക്കി മുഖം ഒന്നിങ്ങനെ തടവി. പക്ഷെ അയാൾക്ക് ത്വഹാറത്തുണ്ട്, നളാഫത്ത്, വൃത്തി, ഭാഷാർത്ഥത്തിലുള്ള ശുദ്ധി ഇല്ലെങ്കിലും. അപ്പൊ അവിടെയൊക്കെ മനുഷ്യന്റെ ബുദ്ധി കൊണ്ട് നമുക്ക് സ്ഥാപിച്ചു കൊടുക്കാൻ പറ്റും. റസൂൽ അങ്ങനെയാ കാണിച്ചു തന്നത്. അത് മാത്രമേ അതിനെപ്പറ്റി പറയാവൂ. സല്ലു കമാ റഅയ്തുമുനി ഉസല്ലി, ഞാൻ എങ്ങനെ നമസ്കരിച്ചു അതുപോലെ നമസ്കരിക്കണം. കീഴ്വായി പോയാൽ ഒന്ന് മുറിയുമെന്നതിനെ ചേകനൂര് പരിഹസിച്ചു. എന്താ പരിഹസിച്ചത്? ഓ, ടയർ പഞ്ചറായിട്ട് ഇപ്പൊ മേലെ പെയിന്റ് അടിച്ചിട്ട് എന്താ കാര്യം? ഓ, കുറെ യുക്തിവാദികൾ അയാളെ പിന്നാലെ കൂടി. അപ്പോ എ.പി. അബ്ദുൽ ഖാദർ വലി ചോദിച്ചു, ഔജാഹദും മിൻകും മിനൽ ഗായിത്തി, നിങ്ങൾ മലമൂത്ര വിസർജന സ്ഥലത്ത് വന്നാൽ മലവിസർജനോ മൂത്രവിസർജനോ ഒന്നും മുറിക്കുന്ന കാര്യമാണല്ലോ. ഓയിൽ ലീക്കായാൽ അതുകൊണ്ട് എന്താ മേലെ പെയിന്റ് അടിച്ചിട്ട് കാര്യം ഒരാൾ ഇങ്ങോട്ട് തിരിച്ചു ചോദിച്ചാലോ? അപ്പൊ നിങ്ങൾ ഖുർആനെയും തള്ളേണ്ടി വരൂലേ? അത് ഖുർആനിലുള്ളതാണല്ലോ എന്ന് എ.പി. തിരിച്ചു ചോദിച്ചപ്പോ മറുപടി ഉണ്ടായില്ല. അതുകൊണ്ടാണ് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ഇയ്യാകും വഅസ്ഹാബർ റഅയി, അഭിപ്രായത്തിന്റെ ആളുകളെ നിങ്ങൾ സൂക്ഷിക്കണം. പ്രമാണങ്ങളെക്കാളേറെ സ്വന്തം അഭിപ്രായങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്നവരെ സൂക്ഷിക്കണം. ഫഇന്നഹും അഅദാഉസ് സുന്ന, അവർ ഇസ്ലാമിക റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിന്റെ ശത്രുക്കളാണ്. ഹദീസുകൾ മനഃപ്പാടമാക്കാനും പഠിക്കാനും അവർക്ക് കഴിയാതെ പോയി. ഫഖാലു ബിർറഅയി, അവർ സ്വന്തം അഭിപ്രായം അനുസരിച്ച് മതത്തിൽ കാര്യങ്ങൾ പറഞ്ഞു. ഫളല്ലു വഅളല്ലു, അവർ പിഴച്ചു, മറ്റുള്ളവരെ പിഴപ്പിക്കുകയും ചെയ്തു. ഇതാണ് യഥാർത്ഥത്തിൽ റസൂലുള്ളാഹിന്റെ ഹദീസ്. അത് പഠിക്കുക, മനസ്സിലാക്കുക, അതിൽ നിന്ന് കാര്യങ്ങൾ ഉൾക്കൊള്ളുക എന്നുള്ള സ്വഭാവമല്ല. സാക്ഷാൽ ഹുസൈൻ മടവൂരിനോട് ഞാനൊരിക്കൽ സംസാരിച്ചപ്പോ ഈ ഹദീസിന്റെ കാര്യത്തിൽ കുറെ സഹീയും ലൈഫൊക്കെ കെട്ടുപടഞ്ഞ് നമ്മുടെ ആളുകൾ തന്നെ പല ദുർബല ഹദീസുകളൊക്കെ ഉപയോഗിക്കുന്നത്, അതിനെപ്പറ്റി പറഞ്ഞപ്പോ അദ്ദേഹം പറഞ്ഞു, സക്കരിയ അതൊരു ബഹറാണ്, അതിൽ കുറെ സഹീണ്ട്, ലൈഫുണ്ട്. നമ്മൾ ഖുർആനും പിന്നെ ഞമ്മക്കൊരു ബുദ്ധി ഉണ്ടല്ലോ, അതനുസരിച്ച് അങ്ങ് പറഞ്ഞാൽ മതി. അത് ആ ബഹറിലേക്ക് നമ്മൾ ഇറങ്ങാതെ നിൽക്കാൻ നല്ലത്. എങ്ങനെയുണ്ട്? അതാ ഇപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഖുർആൻ ക്ലാസ്സിൽ പോയിട്ട് ഏതെങ്കിലും ഒരു ആയത്തിന്റെ കഷ്ടം പഠിക്കും, പിന്നെ ഓന്റെ ബുദ്ധി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ ഇതിനെക്കുറിച്ച് എന്ത് പറഞ്ഞു എന്ന് ചിന്തിക്കുന്നതിന് മുമ്പ് അതൊക്കെ ബുദ്ധിക്കെതിരാണെന്ന് പറഞ്ഞ് തള്ളിക്കളയാണ്. ഹജറുൽ അസ്വദിനെ ചുംബിച്ചപ്പോ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞത് എന്താ? നീ ഒരു കല്ലാണെന്ന് എനിക്കറിയാം, ഉപകാരവും ഉപദ്രവവും ചെയ്യാത്ത കല്ല്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂല് നിന്നെ ചുംബിക്കുന്നത് ഞാൻ കണ്ടില്ലായിരുന്നുവെങ്കിൽ ഒരിക്കലും നിന്നെ ഞാൻ ചുംബിക്കുമായിരുന്നില്ല. ഹജറിനെ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞതാ. അപ്പൊ അവിടെ ബുദ്ധിക്കൊരു സ്ഥാനമില്ല. ഹജ്ജിന് പോണം, ബുദ്ധി ജിദ്ദയിൽ വെച്ച് പോണ്ടി വരും. കാരണം എന്താ? അള്ളാഹിന്റെ റസൂല് പറഞ്ഞതിന് അനുകരിക്കല്ലാതെ അവിടെ യാതൊന്നുമില്ല. കഅബത്തിന് വലംബക്കലല്ല, ചെന്നോക്കുമ്പോ ഇടംബക്കല. എന്നിട്ടോ ഒരു തുണിയും ഒരു പൊതയും മാത്രം. ഷഡ്ഡി പാടില്ല, ബനിയം പാടില്ല, പുരുഷന്മാർക്ക് അങ്ങനെയാണ്. മാത്രല്ല ഇഹ്റാമിൽ പ്രവേശിച്ചാൽ പിന്നെ നഖെടുക്കാൻ പാടില്ല, മുടിയെടുക്കാൻ പാടില്ല, അങ്ങനെയാണ്.
എന്താ അങ്ങനെ റസൂല് പഠിപ്പിച്ചത്? അവിടെ നമ്മുടെ ബുദ്ധിക്ക് യാതൊരു സ്ഥാനവുമില്ല. റസൂൽ എന്താ കാണിച്ചത്? അത് അപ്രകാരം അനുകരിക്കുകയല്ലാതെ നമ്മുടെ ബുദ്ധിക്ക് സ്ഥാനമല്ല. ആദ്യം ചെല്ലുന്ന തവാഫില് നിങ്ങൾ ഈ പുതച്ച തുണി വലത്തേ ചുമല് വെളിവാക്കിയിട്ട് ഇങ്ങനെ ഇടണം. എന്നിട്ട് ആദ്യത്തെ 3 റൗണ്ടിൽ നിന്ന് കുലുങ്ങി ഓടണം. ഓട്ടല്ല, നടത്തല്ല, റമല് എന്നാ പറയാം. എന്തിനാത്? ആദ്യം റസൂലും സഹാബത്തും ഹജ്ജ് ചെയ്യാൻ വന്നപ്പോ മദീനത്ത് പോയിട്ട് വല്ലാതെ ക്ഷീണിച്ചല്ലോ റസൂലും മുഹമ്മദും സഹാബികളൊക്കെ എന്ന് ഖുറൈശികൾ പറയാതിരിക്കാനാണ് ഞങ്ങളത് തുടങ്ങിയതെങ്കിലും ഖിയാമത്ത് നാൾ വരെ ഞങ്ങളത് ഉപേക്ഷിക്കുന്നതല്ല എന്ന് ഉമർ റളിയല്ലാഹുവിനും മറ്റു സഹാബികളും പറഞ്ഞത് സഹീഹായ ഹദീസിൽ കാണാൻ സാധിക്കും. ഇന്നും അത് മനാസിക്കിന്റെ ഗ്രന്ഥങ്ങളിലുണ്ട്. ഇന്നും അത് നമുക്ക് സുന്നത്താണ്. അപ്പൊ സുഹൃത്തുക്കളെ, നമ്മൾ നമ്മുടെ യുക്തിക്കനുസരിച്ച് ദീൻ എടുക്കുകയാണെങ്കിൽ ഒരുപാട് തള്ളിക്കളയേണ്ടി വരും. ശവം തിന്നുന്നതിനെ പറ്റി അവിടുത്തെ യഹൂദികളും മുശ്രിക്കുകളും പറഞ്ഞ ഞാൻ എന്താ മുസ്ലിങ്ങളുടെ അവസ്ഥ? അവര് കൊന്നത് തിന്നും, അതായത് അർത്ഥത്. അള്ളാഹു കൊന്നതൊട്ട് തിന്നൂല്ല. അള്ളാഹു കൊന്നത് ഏതാ? ചത്തത്. നല്ല യുക്തിയാണ്. ഇപ്പൊ അള്ളാഹിനെക്കാളും എന്താ വരും? കേട്ടാ നല്ല യുക്തിയാണല്ലോ അല്ലെ? പക്ഷെ ആ യുക്തിവാദം സ്വീകരിച്ചില്ല. ഇബ്ലീസ് ആദമിന് സുജൂദ് ചെയ്യാതിരിക്കാൻ നമ്മുടെ യുക്തിവാദമായിരുന്നു. ഞാൻ തീ കൊണ്ട് സൃഷ്ടിക്കപ്പെട്ടവനാണ്, ആദം മണ്ണുകൊണ്ടും. തീയാൽ സൃഷ്ടിക്കപ്പെട്ട ആള് മണ്ണാൽ സൃഷ്ടിക്കപ്പെട്ട ആൾക്ക് സുജൂദ് ചെയ്യുന്നതിൽ എന്ത് യുക്തിയുള്ളത് എന്നാ ചോദിച്ചേ അല്ലേ? പുറത്തു പോകാനാ പറഞ്ഞവനോട്. അവന്റെ യുക്തിവാദത്തിന് മറുപടി ഇല്ല. പോടുന്നു ശപിക്കപ്പെട്ടവനെ. അപ്പൊ ആ യുക്തിവാദം വന്നു തുടങ്ങിയതാ. എന്ന് മാത്രമല്ല സുഹൃത്തുക്കളെ, ഇപ്പോ ആർത്തവകാലത്തുള്ള നിസ്കാരം അത് കലാ വീട്ടേണ്ടതില്ലല്ലോ. നോമ്പ് കലാ വീട്ടും വേണം. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയോട് വന്നിട്ട് ഒരു പെണ്ണ് ചോദിച്ചു, എന്താ ഉമ്മ അങ്ങനെ നോമ്പ് കലാ വീട്ടുകയാണെങ്കിൽ നിസ്കാരം കലാ വീട്ടണ്ടേ? അപ്പൊ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ചോദിച്ചു, ഹറൂറിയത്തുൻ അന്തി, നീ ഹറൂറിയ വാദക്കാരിയാണോ? ഹറൂറിയത്ത് പറഞ്ഞ ഖവാരിജികളാണ്. ഖവാരിജികൾക്ക് അങ്ങനെ ഒരു വാദമുണ്ട്, നിസ്കാരം കലാ വീട്ടണമെന്ന്. കേട്ടോ? കാരണം ചില വാദങ്ങൾ കേട്ടാ നമ്മൾ ചോദിക്കുമല്ലോ, എന്താടാ ഇഖ്വാനിയ, എന്താടാ ഖുറാഫിയ? വാദം കേൾക്കുമ്പോ നമുക്ക് തിരിയല്ലോ. ആ ചോദ്യം അന്ന് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ചോദിച്ചതാ. നീ ഖവാരിജിയാണോ? കാരണം ഖവാരിജികൾക്ക് അങ്ങനെ വാദം ഉണ്ടല്ലോ. അപ്പൊ ആ ചോദ്യം അന്ന് തുടങ്ങിയതാ.